ഇന്നത്തെ ഡിവൈൻ ഗൈഡൻസ് നിങ്ങൾക്കായിട്ട് എന്താണെന്ന് നോക്കാം. റിലേഷൻഷിപ്പിന് വേണ്ടിയുള്ളതാണ് കേട്ടോ. കാർഡ്സ് കുറച്ച് എടുത്തിട്ട് ഞാൻ ഒന്ന് ഒരുമിച്ച് വായിക്കാൻ, സമയം ലാഭിക്കാൻ അതാണ് നല്ലത്. Unrequited love. There is not enough attraction or chemistry to keep this relationship going. ഇത് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കുന്ന ആൾക്കാർക്കുള്ളതായിരിക്കും കേട്ടോ. മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കൂ എന്നാണ് പറയുന്നത്. ഇത് കേസ് ബൈ കേസ് എടുത്തോളണേ, കാരണം എല്ലാവരുടെ എനർജി ഒരുപോലെ അല്ലല്ലോ. ഹീലിംഗ് ഫാമിലി ഇഷ്യൂസ്, യുവർ ലവ് ലൈഫ് ബെനിഫിറ്റ്സ് ആസ് യു ഫോർഗീവ് യുവർ പാരൻസ്. പാരൻ്റൽ പ്രഷറൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തടസ്സമായിട്ട് വരുന്നതെങ്കിൽ അവരോട് ക്ഷമിക്കുക. അവർ എപ്പോഴും നിങ്ങളുടെ നല്ലത് മാത്രമേ ആലോചിക്കുകയുള്ളൂ കേട്ടോ. ഓരോ കേസ് ഓരോരുത്തരുടെ ആയിരിക്കും, ഓരോ കാർഡ് അല്ലെങ്കിൽ ഓരോ ഗൈഡൻസ് ഓരോ എനർജിയിലുള്ളവർക്കായിരിക്കും അതുപോലെ എടുക്കുക കേട്ടോ. കെമിസ്ട്രി, ദർ ഇസ് എ സ്ട്രോങ് മാഗ്നറ്റിക് അട്രാക്ഷൻ ഹിയർ. ഇത് ഒരു പ്രോപ്പർ റിലേഷൻഷിപ്പ് ഉള്ളവർക്കാണ്. വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല, നല്ല രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് നല്ലതായി തന്നെ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഡിവൈൻ പറയുന്നത്. പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ്, യു ഹാവ് നോൺ ഈച്ച് അതർ ബിഫോർ. നിങ്ങളുടെ ഇടയിൽ ഒരു പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം. അത് ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്നവരുടെ കാര്യമാണ് കേട്ടോ. അത് നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ് ആണെന്ന് ഡിവൈൻ കൺഫേം ചെയ്യുകയാണ്. അട്രാക്ഷൻ, യു അട്രാക്ട് റൊമാൻറ്റിക് ലവ് ബൈ എൻജോയിങ് ദിസ് മൂമെൻറ്റ് ഫുള്ളി. അതും നല്ല റിലേഷൻഷിപ്പിലുള്ളവർക്ക് തന്നെയാണ്. എല്ലാം നല്ലതായി തന്നെ വരും എന്ന് തന്നെ ഡിവൈൻ പറയുന്നു. വെരി സൂൺ ക്ലിയർലി ഡിസൈഡ് വാട്ട് യു വോണ്ട് സോ ദാറ്റ് ഇറ്റ് കംസ് ടു യു നൗ. നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത്. എന്ത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു അത് നിങ്ങൾക്ക് കിട്ടുമെന്ന് തന്നെയാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. റിട്രീറ്റ്, ഇറ്റ്സ് ടൈം ടു ഡിസ്കണക്ട് ഫ്രം ദ വേൾഡ്. നിങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ, പരസ്പരം മനസ്സിലാക്കാനാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. ഗെറ്റിംഗ് ടു നോ ഈച്ച് അതർ ആസ് യു റിവീൽ യുവർ ഇന്നർമോസ്റ്റ് സെൽഫ്സ് ടു ഈച്ച് അതർ, യുവർ ബോണ്ട് ഡീപ്പൻസ്. ഞാൻ പറഞ്ഞില്ലേ, പരസ്പരം മനസ്സിലാക്കുക, ടൈം സ്പെൻഡ് ചെയ്യുക രണ്ടുപേരും തമ്മിൽ എന്ന് തന്നെയാണ് ഡിവൈൻ അവിടെ വീണ്ടും പറയുന്നത് കേട്ടോ. എടുത്തു ചാടി കാര്യങ്ങൾ തീരുമാനിക്കരുത്. ചുരുക്കി പറഞ്ഞാൽ നല്ലപോലെ നിങ്ങളുടെ പാർട്ട്ണറെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്ത് വേണമെന്ന് ഡിസൈഡ് ചെയ്യുക. അതാണ് ഡിവൈൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ.